സുഖല്ലേ? മുട്ട റോസ്റ്റ് കഴിച്ച് മടുത്തു എല്ലാവർക്കും. മുട്ട റോസ്റ്റിനെക്കാട്ടിലും സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി പേസ്റ്റ് ആക്കിയതാണ്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില, 3 പച്ചമുളക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 4 സവാള നീളനെ മുറിച്ചതാണ് ചേർക്കണേ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി. ഒരുപാട് സവാള സോഫ്റ്റ് ആവണമെന്നൊന്നുമില്ല. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, പച്ചമുളക് ചേർത്തുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം പോയത് ഇതിലേക്ക് 2 തക്കാളി ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് സാധാരണ മുട്ട റോസ്റ്റ് ആണല്ലോ എന്ന്. അല്ലാത്ത ഇതിൽ നമ്മൾ 2-3 സ്റ്റെപ്പും കൂടി എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ചേർത്ത് 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. കുക്കർ വിസിൽ അടിക്കുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് ചിരകിയ നാളികേരം എടുത്തിട്ടുണ്ട്. 1 ഏലക്ക, 1 ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട. ഇതിന്റെ അളവ് ഇത്രേ പാടുള്ളൂ കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ കറിയിലേക്ക് ഇതിന്റെ ഒരു കുത്തന സ്വാദ് വരും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. കുക്കർ 3 വിസിലിട്ട് അരൊക്കെ പോയിട്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം കത്തിക്കാം. നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അല്ല നല്ല കുറുകിയ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യണ്ട. 5 മുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ മുട്ടയിൽ മസാല പിടിക്കുകയും ചെയ്യും. നമ്മൾ അരച്ച അരപ്പിൻ്റെ ഒരു പച്ച സ്വാദ് പോവുകയും ചെയ്യും. മുട്ടയും അരപ്പും ചേർത്തിട്ട് 1 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചു. ഇനി മല്ലിയില ഇട്ട് നമുക്ക് ഈ കറി വറുത്തിടാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂണിലും കുറവ് ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ചുവന്ന മുളക്, 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് വേപ്പില. ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഇത് കറിയിലേക്ക് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയുള്ളൂട്ട. അരപ്പൊക്കെ ചേർത്ത് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. മുട്ട റോസ്റ്റിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.